ശ്രീമാത്രേ നമഃ. ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണ ഭജംഗിക. ഇനി അടുത്തത് ദേവിയുടെ കണങ്കാലുകളെ വർണ്ണിക്കുകയാണ്. ആ കണങ്കാലുകൾ കാമദേവന്റെ ആവനാഴി പോലെയാണ്. കാമദേവന്റെ ആവനാഴിക്ക് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ദ്രഗോപങ്ങൾ. വേനൽക്കാലം കഴിഞ്ഞ് ആദ്യമായി മഴ പെയ്യുമ്പോൾ ഭൂമിയിൽ കാണപ്പെടുന്ന ചുമന്ന നിറത്തിലുള്ള ഒരു പുഴുവാണ് ഈ ഇന്ദ്രഗോപം. ഈ ഇന്ദ്രഗോപത്തിൽ നിന്നാണ് വാജീകരണ ഔഷധങ്ങൾ പലതും ഉണ്ടാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ദ്രഗോപം കാമദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഇന്ദ്രഗോപങ്ങളാൽ നിറം ചാർത്തപ്പെട്ട കണങ്കാലുകളോട് കൂടിയവൾ, അതായത് ദേവിയുടെ കണങ്കാലുകൾ ചുമപ്പ് നിറത്തോട് കൂടിയതാണ്. അത് കാമദേവന്റെ തുണീരങ്ങളാണ്. കാരണം അത് കാമേശ്വരന്റെ മനസ്സിനെ ജയിച്ചതാണ്. ഗൂഢഗുൽഭ. ദേവിയുടെ നെരിയാണികൾ കാണാൻ സാധിക്കില്ല. കാരണം ദേവിയുടെ പാദപ്രദേശങ്ങളിലെ മാംസനിബിഡതയെക്കൊണ്ട് ദേവിയുടെ നെരിയാണികൾ കാണാൻ സാധിക്കുകയില്ല. ഗൂഢഗുൽഭയാണ് ദേവി. നെരിയാണികൾ കാണാൻ സാധിക്കാത്തവൾ എന്നർത്ഥം. കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രഭതാന്വിത. ദേവിയുടെ കാൽപാദങ്ങളുടെ മുകൾ ഭാഗം കൂർമ്മപൃഷ്ഠം പോലെയാണ്. ആമയുടെ തോട് പോലെയാണ്. ആമയുടെ തോടിനെന്താ പ്രത്യേകത? ആമയുടെ തോടിന് സുമേരു പർവ്വതത്തെ താങ്ങാനുള്ള ശക്തിയുണ്ട്. പാലാഴി കടയുന്ന സമയത്ത് സുമേരു പർവ്വതം താണുപോയപ്പോൾ മഹാവിഷ്ണു ആമയുടെ അവതാരത്തിൽ വന്ന് ഈ സുമേരു പർവ്വതത്തെ പൊക്കിപ്പിടിച്ചു. അപ്പോൾ ആമയുടെ തോടിന് മഹാമേരുവിനെ പോലും താങ്ങാനുള്ള ശക്തിയുണ്ട്. ഭക്തന്മാരുടെ സകല ദുഃഖങ്ങളെയും താങ്ങുവാനും ഭക്തന്മാർക്ക് താങ്ങും തണലുമായി തീരുവാനും ഈ ദേവീ പദ്മങ്ങൾക്ക് ശക്തിയുണ്ട് എന്ന് ദ്യോതിപ്പിക്കുകയാണ് വാഗ്ദേവതമാർ ഇതിനെ കൂർമ്മപൃഷ്ഠവുമായി ഉപമിക്കുന്നതിലൂടെ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് ദേവിയുടെ പാദപദ്മങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങൾ മുഴുവൻ കൊണ്ടു ചൊരിഞ്ഞാലും മഹാമേരു പർവ്വതത്തെ ആമ താങ്ങിയതുപോലെ ഈ ദേവിക്ക് നമ്മളെ താങ്ങാൻ സാധിക്കും. ആലംബഹീനത്വമുള്ള നമ്മുടെ മനസ്സിന് ആലംബമായി വർത്തിക്കാൻ ഈ ദേവിയുടെ പാദപദ്മങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞു തരികയാണ് ഈ ഒരു നാമത്തിലൂടെ. കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രഭതാന്വിത. പ്രസിദ്ധമായ 2 വരികൾ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ശ്രീ കാക്കശ്ശേരി ഭട്ടതിരിപ്പാടിനോട് ചോദിച്ച ഒരു ചോദ്യം: ആപതി കിം കരണീയം? ആപത്ത് കാലത്ത് എന്താണ് ചെയ്യേണ്ടത്? സ്മരണീയം ചരണയുഗളം അമ്പായ. അമ്മയുടെ പാദപദ്മങ്ങളെ സ്മരിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാനില്ല.